ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഗഹനമായിട്ട് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ടേമുണ്ട്. ആ ടേം നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധങ്ങളെ നമുക്ക് മനസ്സിലാക്കിയും അതിൻ്റെ ഒരു ഗതിവിഗതികളെ മനസ്സിലാക്കാനും കഴിയും. ആ ടേമിൻ്റെ പേരാണ് പെട്രോ ഡോളർ. പെട്രോ ഡോളർ എന്ന കൺസെപ്റ്റാണ് ഇന്ന് ഗ്ലോബൽ എനർജി മാർക്കറ്റിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1971 ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് സമ്മേളനങ്ങളുടെ പരാജയത്തിന് ശേഷം അമേരിക്ക, അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ, സൗദി അറേബ്യയുമായിട്ട് ഏർപ്പെട്ട ഒരു രഹസ്യധാരണ, ഒരു ഇൻഫോർമൽ അഗ്രിമെൻ്റാണ് പെട്രോ ഡോളർ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ സൈക്കസ് പീക്കോ മുതൽ ലോറൻസ് ഓഫ് അറേബ്യ, അതുപോലെ തന്നെ ഷെയ്ഖ് ഷെരീഫ് ഹുസൈൻ ഓഫ് മക്ക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധിയും ഇൻഫോർമൽ അൺഹോളി അഗ്രിമെൻറ്റ്സിലൂടെയാണ് ഇന്നത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലൊരു ഇൻഫോർമൽ അൺഹോളി അഗ്രിമെൻ്റാണ് 1971 തുടങ്ങിയ പെട്രോ ഡോളർ എന്ന അഗ്രിമെൻറ്റ്. ഇതിലൂടെ പെട്രോ ഡോളറിൻ്റെ അഗ്രിമെൻറ്റിലൂടെ അമേരിക്ക ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ അത് ഡോളറിലൂടെ ആയിരിക്കണം. ഡോളറിലൂടെ മാത്രമേ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടക്കാൻ കഴിയുകയുള്ളൂ. ഇന്ത്യ റുപ്യ വെച്ചിട്ട് പെട്രോൾ വാങ്ങാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യക്ക് സൗദിയിൽ നിന്നും ഒരു ബാരൽ പെട്രോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ബാരലിന് തത്തുല്യമായിട്ടുള്ള ഡോളർ അമേരിക്കൻ ഗവൺമെൻറ്റിൽ നിന്നും ഇന്ത്യ വാങ്ങണം. ആ വാങ്ങിയ പൈസ സൗദിക്ക് കൊടുക്കുന്നു. എന്നിട്ട് സൗദി ഇന്ത്യക്ക് ഒരു ബാരൽ എണ്ണ തരുന്നു. സൗദി ഈ ലഭിച്ച ഡോളർ വീണ്ടും അമേരിക്കൻ എക്കോണമിയിൽ ബോണ്ടായിട്ടും ഗവൺമെൻറ് ട്രഷറിയിലും മറ്റു ബിസിനസ്സിലും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് പെട്രോ ഡോളർ റീസൈക്ലിംഗ് എന്ന് പറയുക. അതായത് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ ഒന്നും ഇല്ലാതെ ഡോളറിനെ ശക്തിപ്പെടുത്താൻ പെട്രോളിയത്തിൻ്റെ ഗ്ലോബൽ സപ്ലൈനെ ഉപയോഗിക്കുന്ന അമേരിക്കൻ ഗ്ലോബൽ സപ്ലൈ സ്ട്രാറ്റജിയുടെ പേരാണ് പെട്രോ ഡോളർ എന്ന് പറഞ്ഞാൽ, ലോകത്ത് പെട്രോളിയം പ്രൊഡക്ട്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ രാജ്യങ്ങൾ ഡോളറിനെ വാങ്ങണം. അതുവഴി ഡോളർ ശക്തിപ്പെടുകയും അമേരിക്ക ഗ്ലോബൽ എക്കോണമിക് പവർ ഹൗസായി നിലനിൽക്കുകയും ചെയ്യും എന്നുള്ള അമേരിക്കൻ സ്ട്രാറ്റജിയുടെ പേരാണ് പെട്രോ ഡോളർ. ഇന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അമേരിക്ക അധിനിവേശം ചെയ്ത അല്ലെങ്കിൽ അമേരിക്ക ഇടപെട്ടിട്ടുള്ള പെട്രോളിയം കൺട്രീസ് നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൻ്റെ എപ്പോഴെങ്കിലും അവർ ഈ ഡോളറൈസേഷൻ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിച്ചവരാണ്. സദ്ദാം ഹുസൈൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വെനസ്വേല ഗവൺമെൻറ് പലപ്പോഴായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ ഡോളറൈസേഷൻ ഓഫ് പെട്രോളിയം പ്രൊഡക്ട്സിന് വെല്ലുവിളിയായിട്ട് ഏതെങ്കിലും പെട്രോളിയം കണ്ടീഷൻ വരുമ്പോൾ അതിലെല്ലാം അമേരിക്ക ഇടപെട്ട ചരിത്രമുണ്ടായിട്ടുണ്ട്. ഇറാന് നടക്കുന്നതും മറ്റൊന്നല്ല. ഇറാനും ഇതുപോലെ തന്നെ അമേരിക്കൻ സാങ്ഷൻ ഉണ്ടായിട്ട് പോലും ഡോളർ ബൈപ്പാസ് ചെയ്തുകൊണ്ട് റഷ്യയുമായിട്ടും പ്രധാനമായിട്ടും ചൈനയുമായിട്ടും പെട്രോൾ കച്ചവടത്തിൽ ഏർപ്പെടുകയും ഇത് അമേരിക്കയെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പെട്രോ ഡോളറിൻ്റെ ഹെജിമണിക്ക് വേണ്ടിയും അതുമായി ഗ്ലോബൽ എക്കോണമിയിൽ അമേരിക്ക എന്ന പവർ ഹൗസിനെ നിലനിർത്താനുമുള്ള അമേരിക്കൻ വൈറ്റ് റേസിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു തന്ത്രം കൂടിയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം.